ഇന്ന് ലോകം കോവിഡ് എന്ന മഹാമാരിയിൽ ശ്വാസം മുട്ടി മരിക്കുമ്പോൾ, മഹാപ്രളയത്തിൽ സർവ്വതും മുങ്ങി നശിച്ചിട്ടും സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ യുദ്ധം നടത്തി ആയിരങ്ങളെ കൊന്നൊടുക്കുന്ന രാജ്യങ്ങൾ, ഇവിടെ യുവാക്കൾ ആത്മീയതയിൽ നിന്ന് അകന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും മൊബൈൽ ഫോണിന്റെയും പിടിയിൽ അമരുകയാണ്. നമുക്ക് സാന്ത്വനമായി വഴികാട്ടിയായി കൂടെയുള്ളത് നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും മാത്രമാണ്. നമ്മുടെ ഏക അഭയസ്ഥാനം ദൈവാലയവും. ഈ സാഹചര്യത്തിൽ സൗത്ത് പുല്ലുവഴി MGM സൺഡേ സ്കൂളിലെ അധ്യാപകർ ചേർന്നൊരുക്കുന്ന ഒരു ചെറിയ സ്കിറ്റ് നല്ലിടയൻ എല്ലാവരുടെയും അനുവാദത്തോടെ കർത്തൃനാമത്തിൽ ആരംഭിച്ചു കൊള്ളട്ടെ. നല്ലിടയൻ, നല്ലിടയൻ, നല്ലിടയൻ. നിന്റെ കുഞ്ഞകളോടൊന്നും മിണ്ടാൻ പറ. കെട്ടിട്ടൊരഞ്ചെട്ടു മാസം കെട്ടിട്ടൊരഞ്ചെട്ടു മാസമായിട്ടില്ലേ, എന്നോട് മിണ്ടിട്ടില്ല. പാപ്പിച്ചേട്ടാ വാള് വെക്കല്ലേ. പാപ്പിച്ചേട്ടാ കടമ്പ എത്തി. ആരാടാ ഈ കടമ്പ പൊക്കി കെട്ടിയേ? ഞാൻ രാവിലെ പണിക്ക് പോയപ്പോ ഈ കടമ്പ താണിരുന്നാണല്ലോടാ തോമാച്ച. പാപ്പിച്ചേട്ടാ ഞാൻ കയ്യിൽ പിടിച്ചോളാം. പതുക്കെ പതുക്കെ ഈ കടമ്പയുടെ മുകളിലൂടെ പോന്നാ മതി. എന്നാ ശരി. ആ പോരട്ടെ. ആ പോരട്ടെ. ആയിട്ടെ. പോന്നോട്ടെ. I am going to that your കല്ലോട്ട് down. എന്റെ കർത്താവേ, എന്താ അവിടെ ഒരു ശബ്ദം കേട്ടത്? ചേച്ചി ഞാനാ തോമയാ. കടമ്പ കടന്നോടാ. ഇല്ല, ഇന്നലത്തെ പോലെ തന്നെ വീണു. അതിയൻ മൂക്കറ്റം പോന്നി ഇന്നും കടമ്പേ തട്ടി വീണു അല്ലേടാ തോമ? എടാ തോമ, വലിച്ചകത്തേക്കിട്. ദേ എന്നെ അങ്ങോട്ട് വരുത്തരുത്. എന്റെ പൊന്നു പാപ്പിച്ചേട്ടാ ഒന്ന് എഴുന്നേറ്റ് വാ. ചേച്ചി അവിടെ കലിതുള്ളി നിൽക്കുക. നീ എന്നെ ഒന്ന് പിടിക്കടാ തോമ. ആ പോരട്ടെ. പോന്നോട്ടെ. പോരട്ടെ. ആയിക്കോട്ടെ. ഇന്നത്തോടെ ഈ പരിപാടി നിർത്തി. ഏത് പരിപാടി? കടമ്പേ തട്ടി വീഴുന്ന പരിപാടി. ഏത് കടമ്പ? എവിടത്തെ കടമ്പ? പാപ്പിച്ചേട്ടാ ആര് വീടുന്ന നീ പറയണേ? പാപ്പിച്ചേട്ടാ കള്ളു കുടിച്ചേച്ച് കർത്താവിന് നിൽക്കാത്ത ഒരുതരം വർത്തമാനം പറയരുത് കേട്ടോ. എന്നതാടാ അവിടെ ഒരു ഒച്ചപ്പാട്? ഇതുവരെ കടമ്പ കടന്നില്ലേ? എല്ലാം ശരിയായി ചേട്ടത്തി. കള്ളും കുടിച്ച് കടമ്പേ തട്ടിയുള്ള പരിപാടി ഇന്നത്തോടെ നിർത്തിയേക്കണം. എടി, ഞാൻ കള്ളു കുടിച്ചെങ്കിൽ ഞാൻ അധ്വാനിച്ച കാശ് കൊണ്ടാടി അവനവന്റെ വിയർപ്പ് കൊണ്ട് അപ്പം കഴിക്കാൻ ഒരേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിന്റെ അപ്പം മോട്ടക്കാരൻ തൊമ്മിയുടെ കാശല്ല. ദേ മനുഷ്യ, കള്ളം കുടിച്ചേച്ച എന്റെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ. ആ പറഞ്ഞേക്കാം. ദേ പാപ്പിച്ചേട്ടാ, പള്ളിയിൽ അച്ഛനും ആ 2 പിള്ളേരും ഇങ്ങോട്ടാ വന്നെ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. ചേട്ടത്തിയേ ഞാനങ്ങ് പോയേക്കുവാ. ദൈവത്തിന് സ്തുതി അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇതൊന്നും അത്ര നല്ലതല്ല പാപ്പി. അല്ല, അത് അച്ഛന് മനസ്സിലായി അല്ലേ? ഞാൻ ആ വിൽപ്പനക്കാര കോവാലിനോട് പറഞ്ഞതാ, മോനെ ഇതത്ര നല്ലതല്ലാന്ന്. ഇപ്പൊ തന്നെ വിളിച്ച 4 ചീത്ത പറഞ്ഞേക്കാം. ഞാൻ അതല്ല പാപ്പി പറഞ്ഞത്. ഹലോ പാപ്പിച്ചേട്ടാ, എന്നാ പറ്റിയേ? മോനെ കോവാല,
നീ നല്ലതല്ലാത്ത സാധനം നിന്ന് എന്നെ പറ്റിച്ചോ, പക്ഷേ മറ്റുള്ളവരെ പറ്റിക്കാൻ നോക്കരുത്. പാപ്പിച്ചേട്ടനോട് ആരായി നുണ പറഞ്ഞത്? ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ സാധനത്തിന്റെ മണമടിച്ചപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു ഇതത്ര നല്ലതല്ല. എന്റെ മനുഷ്യ, നിങ്ങൾ കള്ളും കുടിച്ചേച്ച് വന്നിട്ട് അച്ഛനോട് പോക്കണം കേട് പറയാതെ വന്ന കാര്യം ചോദിക്കേ. സാറാക്കുട്ടി, നീ മിണ്ടരുത്. എനിക്കറിയാൻ ചോദിക്കാൻ. എന്നതാ അച്ഛോ വന്ന കാര്യം? ഇത് നമ്മുടെ ഇടവകയിലെ യൂത്ത് വിങ്ങിന്റെ പ്രവർത്തകരാ. ഇവരുടെ നേതൃത്വത്തിൽ ഒരു പാവപ്പെട്ടവന് വീട് വെച്ച് നൽകാൻ പദ്ധതിയുണ്ട്. അതിന്റെ ഫണ്ട് ശേഖരണത്തിന് ഇറങ്ങിയതാ ഞങ്ങൾ. പാപ്പിയും പള്ളിക്കാര്യത്തിലേക്ക് എന്തെങ്കിലും തന്ന് സഹായിക്കണം. എന്റെ പൊന്നച്ചോ, ഇപ്പൊ പണിയൊക്കെ കുറവാ. പിന്നെ പിരിവിന്റെ കാര്യമൊക്കെ സാറാക്കുട്ടിയുടെ അധീനതയല്ല. അതെങ്ങനാ? എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അവളുടെ കയ്യിലും കാണൂ. കോഴി വളർത്തിയും പശു വളർത്തിയും സാറാമ്മ ചേച്ചിയുടെ കയ്യിൽ നല്ല കാശുണ്ടച്ചാ. ഹമ്പട വിരുതാ, നീ ആള് കൊള്ളാവല്ലോ. ഇവൻ ഏതാണച്ചോ? ചേട്ടാ, ഞാൻ ആറ്റുപുറത്തെ അവറാച്ചന്റെ മോനാ, സണ്ണി എബ്രഹാം. ഓ, മനസ്സിലായി മനസ്സിലായി. ഇവന്മാരൊക്കെ നല്ല പിള്ളേരാ പാപ്പി. പക്ഷേ ഇവന്മാരെയൊന്നും വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയകത്ത് കാണാറില്ലല്ലോ. ഞങ്ങളൊക്കെ പള്ളിയിൽ ഉണ്ടാവാറുണ്ട് ചേട്ടാ. ആട്ടെ, ചേട്ടൻ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് വരാറുണ്ടോ? എടാ പൊന്നുമക്കളെ, ഞാനും സാറാക്കുട്ടിയും വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ എന്ന ഗീതം തുടങ്ങുന്നതിന് മുൻപ് പള്ളിയിൽ പ്രവേശിച്ചിരിക്കും. വെളിവില്ലാന്നറിഞ്ഞോണ്ടാണോ പാപ്പിച്ചേട്ടൻ പള്ളിയിൽ വരുന്നേ? എടാ, വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുൻപ് ചൊല്ലുന്ന ഗീതമാണത്. ഓരോ യൂത്തന്മാര് വന്നിരിക്കുന്നു. ഇവന്മാര് വന്ന പള്ളിയുടെ കഞ്ഞിപ്പുര വരെ വരുവച്ചാ. അവിടെ ഇവന്മാര് വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കും പോലെ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കല്ലേ. നിന്റെ ഒക്കെ ചൂണ്ടുപുരലിന് എന്നാ നീളമുണ്ടടാ കൊച്ചനെ. എടാ, അച്ഛന്മാര് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പറയുന്ന ഒരു വാക്യത്തിന് പ്രതിവാക്യം പറയാൻ നിങ്ങൾക്കറിയാമോടാ ബെടക്കൂസുകളെ? യൂത്തനാണത്രേ, യൂത്തൻ. അതൊക്കെ ഇവന്മാര് പറയും, അല്ലട മക്കളെ. അല്ലച്ചോ, സാധാരണ കിഴക്കോട്ട് തിരിഞ്ഞല്ലേ കുർബാന ചെല്ലുന്നേ. അതെപ്പോഴാ പടിഞ്ഞാറോട്ടാക്കിയേ? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞാൻ ഇവന്മാരെ ഇന്ന് എടാ, അച്ഛന്മാര് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നാ പറയും? അച്ഛൻ സാധാരണ കുർബാനയിൽ പറയും പോലെ പറഞ്ഞാലേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. അച്ചോ, സാധാരണ കുർബാനയിൽ പറയും പോലെ അച്ഛനൊന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വടക്കോട്ടുള്ള ആത്മാവിന് ഉണ്ടായിരിക്കട്ടെ. വടക്കോട്ടല്ലടാ, മേൽപോട്ട് പോയ ആത്മാവിന്റെ കൂടെ എന്നാ. എടാ മക്കളെ, സത്യം പറയണം, നിങ്ങൾ എപ്പോഴാ പള്ളിയിൽ വരുന്നത്? നിങ്ങളെല്ലാവരും സമാധാനത്താലെ പോകുവിൻ എന്ന് അച്ഛൻ പറയുമ്പോൾ അച്ചോ, സമാധാനത്തോടെ പോവുക എന്നത് ഞങ്ങളുടെ പാർട്ടി നയമല്ല. സമാധാനം എന്ന വാക്ക് ഞങ്ങളുടെ പാർട്ടി നിഘണ്ടുവിലില്ല. ഇവന്മാരും എന്നോടും മേടിക്കും. എന്റെ പൊന്നേ, നിങ്ങൾ ആ പിള്ളേരെ കുർബാന പഠിപ്പിക്കാതെ അച്ഛനോട് വല്ലതും മിണ്ടിയും പറഞ്ഞുമിരിക്കെ. ഞാൻ ഇച്ചിരി ചായ വെക്കട്ടെ. അതെ, സാറാമ്മച്ചേടത്തിയെ ഇതുവരെ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. അച്ഛോ, കാലിന്റെ മുട്ടിന് നല്ല വേദനയാ. ഇത്തിരി കുഴമ്പ് തേച്ചേക്ക. അതാ പുറത്തേക്കൊന്നും വരാത്തെ. ഇതൊക്കെയാണേലും പാപ്പിയുടെ മക്കളെ കുറിച്ച് ഞാനൊന്ന് ചോദിച്ചില്ലല്ലോ. മക്കളൊക്കെ എന്തു ചെയ്യുന്നു? അച്ഛോ, ഒടയ തമ്പുരാൻ എനിക്ക് തന്നത് 3 പെൺമക്കളാ. ഒരാള് മേരിക്കുട്ടി, അങ്ങ് ഗോവയില കെട്ടിച്ചതാ. അടുത്തത് മോളിക്കുട്ടി, അങ്ങ് ദോഹയില, അതും കെട്ടിച്ചതാ. അടുത്തത് സാറാക്കുട്ടി, അങ്ങ് അടുക്കളയില, കെട്ടിക്കാൻ പറ്റത്തില്ല. അയ്യോ, അതെന്താ? 2 പെറ്റതാ. എന്റെ ഭാര്യ സാറാക്കുട്ടി. എന്റെ പാപ്പി. ദേ, അച്ഛനും പിള്ളേരും നിൽക്കുന്നോണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. എടാ മക്കളെ, നിങ്ങൾ ആരെങ്കിലും വന്ന് ഈ മോര് പാപ്പിച്ചേട്ടനെ കൊണ്ടുപോയി കൊടുക്ക. തലയുടെ കെട്ടൊന്ന് ഇറങ്ങട്ടെ. എടാ, എവിടെ പോവുക? അതെ, മോരെടുക്കാൻ സാറാമ്മച്ചേടത്തി വിളിച്ചിട്ട്
ഹയ്യടാ, സാറാമ്മച്ചേട്ടത്തി വിളിച്ചൂന്ന്. എടാ മക്കളെ, 300 രൂപയുടെ സാധനമാണ് ഇതിനകത്ത് കിടക്കണത്. മോര് കുടിപ്പിച്ച് എന്തിനാടാ എന്റെ ആത്മനിർവൃതി കളയുന്നത്? നിങ്ങൾ വന്ന് ഈ മോര് എടുത്തു കുടിക്കണ്ടോ? ഞാൻ കുടിക്കില്ലടി. ഈ മോര് കുടിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാനിന്ന് വീട്ടിലേക്ക് കേറ്റില്ല കേട്ടോ. മോര് കുടിച്ചോളാം. അങ്ങനെ വഴിക്ക് വാ മക്കളെ. ഈ മോര് പാപ്പിച്ചേട്ടന് കൊടുക്ക. അച്ചോ, ഞാനിപ്പ വരാം. ചായ ഇതുവരെ തിളച്ചില്ലേടി? പെട്ടെന്നാട്ടെ. ദാ ഇപ്പൊ തിളയ്ക്കും. നിങ്ങൾ ആ പിള്ളേരെ കുർബാന പഠിപ്പിക്കാതെ എന്നെ വന്നൊന്ന് സഹായിക്കാൻ മേലായിരുന്നോ? എടി ഒന്ന് പതുക്കെ പറ, അച്ഛനും ആ പിള്ളാരും കേൾക്കും. ആ പലഹാരമൊക്കെ ഒന്ന് എടുത്തു വെക്കേ. അച്ഛന് കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ട് എണ്ണ പലഹാരം വേണ്ടല്ലോ അല്ലേ? എനിക്ക് കൊളസ്ട്രോൾ ഇല്ല. എന്റെ ആകാശ് പോയി. അച്ഛന് ഷുഗർ ഉള്ളത് കൊണ്ട് മധുര പലഹാരങ്ങൾ വേണ്ടല്ലോ അല്ലേ? എനിക്ക് ഷുഗർ ഉണ്ടെന്ന് തന്നോട് ആരാ പറഞ്ഞത്? അപ്പോ ഇല്ല അല്ലേ? ആകാശം പോയി കിട്ടി. വെറുതെ അല്ല നാട്ടുകാർ നിങ്ങളെ പിശുക്കൻ പാപ്പിന്ന് വിളിക്കണേ. എടാ മക്കളെ, കൂട്. ഞങ്ങള് കൂടിക്കളാ അച്ചോ. എടാ അതല്ല, ആ സ്വർണ്ണക്കടയുടെ കൂടെടുക്കാൻ. അല്ല, നീ എവിടെ പോവാ? സ്വർണ്ണക്കടയിലേക്ക്. അച്ഛനല്ലേ പറഞ്ഞേ സ്വർണ്ണക്കടയുടെ കൂടെടുക്കാൻ. എടാ വിഡ്ഢികളെ, നമ്മൾ പള്ളിയിൽ നിന്ന് പോന്നപ്പോൾ ഒരു കവർ എടുക്കാൻ പറഞ്ഞില്ലേ? അതെടുക്കാൻ. ഓ, ആ കൂട് അതെന്റെ കയ്യിലുണ്ടച്ചോ. അച്ചോ, യവന്മാര് കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ആരാധനയ്ക്കില്ലാത്തത് ശരിയാണോ? ഒന്നും ശരിയല്ല പാപ്പി. നിങ്ങൾ നടത്തുന്ന കാരുണ്യ പ്രവർത്തികളെ കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതോടൊപ്പം നമ്മുടെ ആരാധനകളിലും ശുശ്രൂഷകളിലും നിങ്ങൾ അറിവുള്ളവരാകണം. നിങ്ങളെ കണ്ട് നിങ്ങളുടെ താഴെയുള്ളവർ മാതൃകയാകണം. എന്നാലേ അടുത്ത തലമുറ നമ്മുടെ ആരാധനകളും ശുശ്രൂഷകളും എന്താണെന്ന് മനസ്സിലാക്കൂ. ഇനി മുതൽ നേരത്തെ വന്നോളാച്ചോ. നിങ്ങളങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത്തവണത്തെ വാർഷിക പൊതുയോഗത്തിൽ ഞാൻ ആവശ്യപ്പെടും. നമ്മുടെ പള്ളിയിലും പരിസരത്തും എന്നടാ ക്യാമറ CC അല്ലടാ, CCTV പിടിപ്പിക്കാൻ. അപ്പോൾ എനിക്ക് മനസ്സിലാകും നിങ്ങളും ഈ ഇരിക്കുന്ന ഇടവക്കാരുമൊക്കെ എപ്പോഴൊക്കെ പള്ളിയിൽ വന്നു പോകുന്നു എന്ന്. പിന്നെ മക്കളെ, ആ പാപ്പി വല്ലത് എഴുതിയോ? ഇല്ലച്ചോ. അല്ല പാപ്പിച്ചേട്ടാ, ഞങ്ങള് എത്രയാ എഴുതണ്ടേ? എഴുതിക്കോ. തോട്ടുംകറിയിൽ പാപ്പച്ചൻ വഹ. അല്ലെങ്കിൽ വേണ്ട, സാറാമ്മ പാപ്പച്ചൻ വക 5000. എന്റെ കർത്താവേ. പാപ്പി, ഇല്ലായ്മയിൽ നിന്ന് സാറാമ കരുതി വച്ചത് വലിയൊരു മാതൃകയാണ്. നമുക്ക് നമ്മുടെ സഭയുടെ ആരാധനകളെ കരുതുവാനും കാരുണ്യ പ്രവർത്തനങ്ങൾ വഴി സമൂഹത്തിന് നന്മ ചെയ്യുവാനും കഴിയുമ്പോൾ ക്രിസ്തുനാഥന്റെ മക്കളായി മാറുന്നു. ആ നല്ലിടയന്റെ ആടുകളായി നമുക്ക് ആരാധനയിൽ ഒന്നിക്കാം.